ഓം മാതർമേ മധുകൈടഭഗ്നിമഹിഷപ്രാണോ ബഹാരോധ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർധിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹാരാശുദുരിതം ദുർഗേ നമസ്തേ അംബികേ. ഓം അഗ്നിമൂർത്താദിവ കകുത്പതി പൃഥിവ്യാ അയം അഭാംരേതാംസി ജിന്വതി. ഓം അഗ്നയേ നമഃ. നമ്മൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും നമ്മുടെ ഒരു വരുമാന മാർഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാം ഏത് മേഖലയിൽ ഏത് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നമുക്ക് ആ ജോലിയിൽ അർഹമായ പരിഗണനയും വിജയവും കൂടാതെ അതിൻ്റെ ഉയർച്ചയും ഇതിലൊക്കെ ഉപരി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ വരുമാനവും വർദ്ധിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് നാം ഈ ആഗ്രഹം, നമ്മുടെ ഈ കഴിവ് ശരിയായ രീതിയിൽ നടപ്പിലാവാൻ നമുക്ക് നമ്മുടെ കൂടെ ഒരു മഹത്തായ സൂക്തം നമുക്ക് ഉൾപ്പെടുത്താം. ആ സൂക്തം നമ്മൾ ശരിയാവണ്ണം യഥാവിധി ഭക്തിയോടുകൂടി സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഇതിൽ യാതൊരുവിധ എളുപ്പവഴിയുമില്ല, കുറുക്കുവഴിയുമില്ല. നമ്മൾ ഈ സൂക്തം ശരിയാവണ്ണം ഉപാസിക്കുകയാണെങ്കിൽ ഇതിൽ യാതൊരു ദോഷങ്ങളും ഇല്ല എന്നുള്ളതാണ്. മന്ത്രങ്ങൾക്ക്, പല മന്ത്രങ്ങൾക്കും ഗുണമുള്ളതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങളുമുണ്ട്. അപ്പോൾ ആ ഗുണം സ്വീകരിക്കുമ്പോൾ നമ്മൾ ദോഷങ്ങളും സ്വീകരിക്കാൻ തയ്യാറാവണം. പക്ഷേ ഈ സൂക്തങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷങ്ങളും ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇത് യഥാവണ്ണം സുരക്ഷിതമായി നമുക്ക് ചെയ്യാവുന്നതാണ്. ആ സൂക്തം മറ്റൊന്നുമല്ല, പുരുഷ സൂക്തമാണ്. ഈ പുരുഷ സൂക്തം നമ്മളുടെ കർമ്മ മേഖലയിൽ വലിയ ഒരു സഹായം നമ്മൾക്ക് ചെയ്യും. ആ പുരുഷ സൂക്തത്തിലൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട ദേവൻ, ആ ഈശ്വരൻ നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാൻ എല്ലാ സമയത്തും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ രഹസ്യം. അപ്പോൾ ആ സൂക്തത്തെ നമുക്ക് പരിചയപ്പെടാം. ആ സൂക്തം ഓം സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് തുടങ്ങുന്ന വരിയാണ്. ഈ സൂക്തം നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ യൂട്യൂബ്, അതുപോലെ ഗൂഗിൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂക്തം കിട്ടും. ആ സൂക്തത്തിൻ്റെ പേര് ഒന്നുകൂടെ പറയാം, പുരുഷ സൂക്തമാണ്. ഇനി ഈ സൂക്തം ശരിയായ വണ്ണം ജപിച്ച് നമുക്കതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ നമ്മൾക്കതിനു ശരിയായൊരു മാർഗം നമ്മൾ അവലംബിക്കേണ്ടതുണ്ട്. ആ മാർഗത്തെക്കുറിച്ച് ഇനി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ 2 നേരം രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിന് മുന്നിൽ ഇരുന്നു കൊണ്ട് വേണം ചൊല്ലാൻ എന്നുള്ളതാണ്. നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ചൊല്ലണം. അതാണ് ഒന്ന്. ഇത് രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ സമയം പോലെ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ പറയാം, രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടുവേണം 2 നേരവും ഈ പുരുഷ സൂക്തം വിധിയാവണ്ണം ജപിക്കാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് കിട്ടുകയുള്ളൂ. സൂക്തം നമുക്ക് എപ്പോഴും ജപിക്കാവുന്നതാണ്, പക്ഷേ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഈ 2 കാര്യം വളരെ പ്രധാനമാണ്. രാവിലെ കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ചൊല്ലണം. അങ്ങനെ നിത്യേന 41 ദിവസം നമ്മൾ മുടങ്ങാതെ ഈ സൂക്തം ചൊല്ലണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിത്തുടങ്ങും എന്നുള്ളതിൽ തർക്കമില്ല. അതിനുശേഷവും നമ്മൾക്കത് തുടർന്ന് ചൊല്ലാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ കർമ്മ മേഖലയിൽ, ജോലി കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും നിരന്തരമായിട്ട് വിജയിച്ചു കൊണ്ടിരിക്കും. ഈ പുരുഷ സൂക്തം നാം ചൊല്ലുന്നതോടൊപ്പം ചെയ്യേണ്ട ഒരു ദേവ വഴിപാട് കൂടെ ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിയിലധികം വർദ്ധിക്കും.
നമ്മളെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ആ ഭഗവാന് നെയ്വിളക്കവും പാൽപ്പായസവും മാസത്തിൽ നിങ്ങളുടെ നക്ഷത്ര ദിവസം, നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം മഹാവിഷ്ണുവിന് പാൽപ്പായസവും നെയ്വിളക്കവും കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ ഈ പുരുഷ സൂക്തവും ആ വിഷ്ണു ഭഗവാന് നെയ്വിളക്കവും പാൽപ്പായസവും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്കിതിൽ സർവ്വവിജയവും നേടാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണെന്ന് വരികിൽ ആ ഇഷ്ടദേവനും ഈ നെയ്വിളക്ക് പാൽപ്പായസം കൊടുത്തുകൊണ്ടും ഈ സൂക്തം ജപിച്ച് വിജയം നേടാവുന്നതാണ്. അപ്പം നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ വരുന്നതായി നാം അത്ഭുതം കണക്കെ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ പുരുഷ സൂക്തം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സുരക്ഷിതമായി ചൊല്ലാവുന്നതാണ് പുരുഷ സൂക്തം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.